പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ പാകിസ്ഥാനാണോ രാഹുലിന്റെ ലക്ഷ്യം? രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നീക്കം നടത്തിയിട്ടും ഇന്ത്യൻ സൈന്യത്തെയും മോദി സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പാകിസ്ഥാൻ ഭാഷയെന്ന് ബി.ജെ.പി. നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു. എത്ര ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ചോദിക്കുന്ന രാഹുലിന് പാക് വിമാനങ്ങളെക്കുറിച്ച് മിണ്ടാട്ടമില്ല. പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ പാകിസ്ഥാനാണോ രാഹുലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഹുലിനെയും അസീം മുനീറിനെയും മുഖം ചേർത്തുള്ള ചിത്രവും അദ്ദേഹം പുറത്തുവിട്ടു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കടുത്ത മൗനം പാലിക്കുന്നതിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കനത്ത വിമർശനവുമായി ബി.ജെ.പി. രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി ആധുനിക കാലത്തെ മിർജാഫർ ആണെന്ന് ബി.ജെ.പി. വിശേഷിപ്പിച്ചു. ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തന്റെ വാക്കുകളിലൂടെ സഹായിക്കുകയാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ബി.ജെ.പി. രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആയുധമാക്കി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ബി.ജെ.പി. ഐ.ടി. സെൽ മേധാവി അമിത് മാളവ്യ വിമർശിച്ചു. ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്ന സംഘർഷത്തെ പാകിസ്ഥാൻ അനുകൂലമായി ചിത്രീകരിക്കുകയാണ് പാക് മാധ്യമങ്ങളെന്നും മാളവ്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊന്നും പുതിയ കാര്യമല്ലെന്നും മാളവ്യ തന്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. തീവ്രവാദികളെ വളർത്തുന്നതിലുള്ള പാകിസ്ഥാന്റെ പങ്കിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ പാകിസ്ഥാൻ ഭരണകൂടം അന്താരാഷ്ട്ര വേദികളിൽ ഉദ്ധരിച്ചിട്ടുണ്ടെന്നും മാളവ്യ വിശദീകരിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവർക്ക് മറയായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവർത്തിച്ച് പ്രവർത്തിക്കുന്നുവെന്നും മാളവ്യ ആരോപിച്ചു. ജയശങ്കറിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് ഉൾപ്പെടുത്തിയ പാക് വാർത്താ ചാനലിന്റെ വീഡിയോ ക്ലിപ്പും മാളവ്യ പങ്കുവച്ചിരുന്നു. പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയെ പുതിയ കാലത്തെ മിർജാഫർ എന്നാണ് മാളവ്യ വിശേഷിപ്പിച്ചത്. ഏത് ഘട്ടത്തിലാണ് രാഷ്ട്രീയ അഭിലാഷം ദേശീയ ഉത്തരവാദിത്വത്തിന് വഴിമാറിയതെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെയും പാകിസ്ഥാന്റെ ഗുണഭോക്താക്കളുടെയും ഭാഷയിൽ സംസാരിക്കുന്നതിൽ അതിശയമില്ലെന്നും ബി.ജെ.പി. നേതാവ് ആവർത്തിച്ചു. ഇന്ത്യയുടെ ആധിപത്യം വ്യക്തമാക്കി പ്രകടമാക്കുന്ന കുറ്റമറ്റ ഓപ്പറേഷൻ സിന്ദൂറിന് പ്രധാനമന്ത്രി അദ്ദേഹം അഭിനന്ദിച്ചിട്ടില്ല. പകരം നമുക്ക് എത്ര ജെറ്റുകൾ നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു. DGMOയുടെ വിശദീകരണങ്ങളിൽ ഇതിനോടകം തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംഘർഷത്തിനിടെ പാകിസ്ഥാൻ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടില്ലെന്നും മാളവ്യ കുറ്റപ്പെടുത്തി. എത്ര പാകിസ്ഥാൻ ജെറ്റുകൾ വെടിവെച്ചിട്ടുവെന്നോ, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമതാവളത്തിൽ ആക്രമിച്ചപ്പോൾ എത്രയെണ്ണം അവരുടെ ഹങ്കറുകളിൽ നിർത്തിയിട്ടിരിക്കെ നശിപ്പിക്കപ്പെട്ടുവെന്നോ കോൺഗ്രസ് നേതാവ് ഒരിക്കലെങ്കിലും അന്വേഷിക്കേണ്ടതുണ്ടെന്നും ബി.ജെ.പി. ചൂണ്ടിക്കാട്ടി. കൂടാതെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനമുയർത്തി. മുൻകാല തെറ്റുകളിൽ നിന്ന് രാഹുൽ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യോമസേനയുടെ വിദേശകാര്യ മന്ത്രാലയവും പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ സൈനിക സ്വത്തുക്കൾക്ക് നാശനഷ്ടമില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടും എത്ര ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ സായുധ സേനയെ അനാദരിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മെയ് 11 നടത്തിയ ബ്രീഫിംഗിൽ ഇക്കാര്യങ്ങളെല്ലാം DGMO വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും രാഹുൽ ഗാന്ധി വിദേശകാര്യ മന്ത്രാലയത്തെ തെറ്റായി ഉദ്ധരിച്ചുവെന്നും പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. രാജ്യത്തെ പിന്തുണയ്ക്കുന്നതിനെ കോൺഗ്രസ് പാർട്ടി ശരിക്കും ഗൗരവമായിട്ടാണോ എടുക്കുന്നത്? അവരുടെ പ്രവർത്തനങ്ങൾ മറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കൂടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ BRS നേതാവ് ഡോക്ടർ കൃഷ്ണാങ്കും രംഗത്ത് വന്നിരുന്നു. പാകിസ്ഥാൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രസ്താവനകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രശസ്തി കെടുത്തുന്നതിനായെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ തെറ്റായ പ്രചരണങ്ങളെ രാഹുൽ ഗാന്ധി ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു വേദിയായി എക്സിനെ തെരഞ്ഞെടുക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഒരു സർവകക്ഷി യോഗത്തിൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരം രാഹുൽ ഗാന്ധി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.